ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് അമ്മേനെ കൂട്ടാതെ ഒന്ന് തിരുവനന്തപുരം വരെ പോവാം. അപ്പോൾ നമ്മൾ എന്തിനാ പോകുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടെണ്ണത്തിന് ഒരു എക്സാം ഉണ്ട്. ഉത്തരവാദിത്തമുള്ള രണ്ടീത്തി നിലയ്ക്ക് കൊണ്ടുവിടണമല്ലോ. കുറച്ചിലായിട്ട് ഞാൻ തന്നെ പോകുന്നതെന്ന് തോന്നുന്നു. ഡാഡി ഉണ്ട് കൂടെ. അവധിയായിട്ട് വീട്ടിൽ പോസ്റ്റ് അടിച്ചിരുന്ന ഞാൻ എവിടെ പോകും എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് വീട് കിട്ടിയൊരു തിരുവനന്തപുരം യാത്ര ഇല്ല. പിന്നെ വീട്ടിൽ ഇരിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് മിസ്സാക്കിയില്ല. എൻ്റെ കഷ്ടപ്പാട് കണ്ടല്ലേ, ചിരിക്കാൻ വരെ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കണം. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ചെയ്തോളൂ. ബൈ ദ വേ, ടോക്കിനിടയിൽ നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ രണ്ടിനെ വഴി കളഞ്ഞു, അല്ല എക്സാമിന് കൊണ്ടുപോയിട്ടു. ഇനി നമുക്ക് ഇഷ്ടം പോലെ സമയമാണ് ഗൈസ്. 3-4 മണിക്കൂർ കറങ്ങി നടക്കും. നമുക്ക് ആരംഭിക്കില്ലാമാ. ഫസ്റ്റ് നമ്മൾ ഇങ്ങോട്ടോ പോയി, എവിടെയാണെന്നറിയില്ല. ചെന്ന ശേഷമാണ് 10 മണിക്ക് അവിടെ ഓഫീസിലെല്ലാവരും വരും എന്ന് നമ്മളോട് പറഞ്ഞത്. പിന്നെ നീണ്ട കാത്തിരിപ്പായിരുന്നു. കാത്തിരിപ്പിനോടെയും നമ്മളെല്ലാം കഴിഞ്ഞിറങ്ങി ഗൈസ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കടലിൽ കാണാൻ. സന്തോഷമായി. അത്രയും ദൂരം വന്ന് കടലിലെത്തി കഴിഞ്ഞപ്പോൾ അതാ കടലിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഫുള്ള് തിരകേറി അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് അവിടെ. പിന്നെ നമ്മൾ മാറി നിന്ന് കടലേക്ക് ഒന്ന് ആസ്വദിച്ച ശേഷം ഹെലികോപ്റ്റർ കാണാൻ പോയി. ഹെലികോപ്റ്റർ എന്തെങ്കിലുമൊക്കെ മതിയല്ലോ. തിരുവനന്തപുരം വന്നിട്ട് ഹെലികോപ്റ്ററെങ്കിലും അടുത്ത് കണ്ടെന്ന് പറയാം. ഞങ്ങളുടെ കുടുംബത്തെ എല്ലാം വ്ളോഗേഴ്സാണ്, കണ്ടില്ലേ വലിയ വ്ളോഗറിനെ. പക്ഷെ എന്താണ് എടുക്കുന്നതെന്ന് മനസ്സിലായില്ല. പിന്നെ നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് നമ്മളിതാ ഈ കാഴ്ച കണ്ടത്. കൊള്ളാലേ, പക്ഷെ ടീച്ചറുടെ മുഖം കാണാൻ പറ്റുന്നില്ല. ചേടാ, ഇതെങ്ങനെ നോക്കിയിട്ട് മുഖം കിട്ടുന്നില്ലോ. ഈ ആംഗിൾ കൊള്ളാലേ. പിന്നെ നമ്മുടെ ഗൈഡ് എത്തി. വേറെ വല്ല സ്ഥലമുണ്ടോ ഇറക്കുന്നേ? അവൻ്റെ ഗൈഡിങ് കുറച്ച് കൂടിപ്പോയതുകൊണ്ട് എവിടെയും പോകണ്ട, ഇതുവഴി തന്നെ നടക്കാമെന്ന തീരുമാനത്തിൽ നമ്മളെത്തി. എൻ്റെ അമ്മോ, എന്തൊരു വെയിലാണോ. സൺസ്ക്രീൻ പോലും ഇടാണ്ടാണ് ഞാൻ ഈ പൊരിഞ്ഞ വെയിലത്തോട് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ നടന്ന് മടുത്തതുകൊണ്ട് കുറച്ച് നേരം വിശ്രമമാവാം. അവർ രണ്ടും അവിടെ സീറ്റ് പിടിച്ചു. നമുക്കിവിടെ ഇരിക്കാം. ആൻഡ് ദിസ് ഈസ് ആദർശ്, എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഫ്രണ്ടാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു 12 years ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ 2 വർഷം ബ്രേക്ക് വന്ന് കാണുന്നതുകൊണ്ട് വിശേഷങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങിയിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ഗൈഡിൻ്റെ ടാറ്റയൊക്കെ കൊടുത്ത് തിരിച്ചു പോന്നു. നല്ല വെയിലാണ് ഗൈസ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ക്ഷീണിച്ചു. പിന്നെ നമ്മൾ ഇവിടെ വന്നിരുന്നത് നീണ്ട കാത്തിരിപ്പായിരുന്നു. പിന്നെ വഴി കൂടെ പോകുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ എടുത്ത് അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം വന്നു രണ്ടു. എക്സാം എന്തായെന്ന് ചോദിച്ചാൽ രണ്ടിൻ്റെ വർത്താനം കാണുമ്പോഴേ അറിയില്ലേ എക്സാമിൻ്റെ കാര്യം എന്തായെന്ന്. എന്ത് മലമറിക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞാലും നമുക്കൊരു മെയിൻ കാര്യമുണ്ടല്ലോ, എന്ത് ഞം തന്നെ. ഫുഡ് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ വിഷമവും മാറുമല്ലോ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എൻ്റെ ചേച്ചി ആയതുകൊണ്ട് പറയുന്നില്ല, പൊട്ടത്തരവും വിവരമില്ലായ്മയുമാണ് ഇവളുടെ മെയിൻ. അതിൻ്റെ അഹങ്കാരമൊന്നും ആൾക്കില്ല കേട്ടോ. പിന്നെ ചേച്ചിയല്ലേ, വഴി കൊണ്ട് കളയാൻ പറ്റില്ലല്ലോ.